ions. Concentration of Ag plus ions is 2.2 to 10 raised to minus 4 എന്ന് that is Ag plus ന്റെ concentration ആണ് അവർ തന്നിരിക്കുന്നത് എത്രയാ 2.2 into 10 raised to minus 4 mole. Okay, Ag plus ന്റെ concentration എത്രയാണെന്ന് പറഞ്ഞു 2.2 into 10 raised to minus 4 എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി that is 2.2 into 10 raised to minus 4 എന്ന് പറയുമ്പോൾ 2 is not equal ആണ് ശരിയല്ലേ because Ag plus ന്റെ concentration നമുക്ക് എത്ര കിട്ടിയ 2s ആണ് കിട്ടിയത് ഇവിടെ x എഴുതണമെന്നില്ല നമുക്ക് x എഴുതാനും മതി x ചുമ്മാ എഴുതുന്നുള്ളൂ ഓക്കേ 2s ആണ് നമുക്ക് കിട്ടിയത് 2s ആണ് അപ്പോൾ നമുക്ക് കിട്ടിയത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷന്റെ Ag plus ന്റെ കോൺസെൻട്രേഷൻ 2s ആണ് അത് എന്തിനോട് ഈക്വൽ ആണ് 2.2 into 10 raised to minus 4 അപ്പോൾ 2s is equal to 2.2 into 10 raised to minus 4 ആണെങ്കിൽ നമുക്ക് h equal എത്ര കിട്ടും 2.2 into 10 raised to minus 4 divided by 2 കിട്ടും ക്ലിയർ അല്ലേ that is equal to okay എത്ര കിട്ടും that is equal to 1.1 into 10 raised to minus 4 കിട്ടത്തില്ലേ അപ്പോൾ നമുക്ക് സോളിബിലിറ്റി കിട്ടിയിട്ടാണ് 1.1 to 10 raised to minus 4 നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് സോളിബിലിറ്റി കോൺസ്റ്റന്റ് ആണ് വേണ്ടത് സോളിബിലിറ്റി കോൺസ്റ്റന്റ് സോളിബിലിറ്റി പ്രൊഡക്റ്റ് ആണ് സോളിബിലിറ്റി കോൺസ്റ്റന്റ് അല്ല solubility product ആണ് നമുക്ക് വേണ്ടത് that is KSP വേണ്ടത് KSP solubility product KSP ആണ് വേണ്ടത് അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും അതിന്റെ വാല്യൂസിന്റെ ഓപ്ഷൻ പറയാം ഓപ്ഷൻസ് option 1 2.42 into 10 raised to minus 8 2.66 into 10 raised to minus 12 4.5 into 10 raised to minus 11 and 5.3 into 10 raised to minus 4. Okay. ഇത് നോക്കിയാൽ നമുക്ക് KSP അല്ലേ വേണ്ടേ സോളിബിലിറ്റി എത്രയാണെന്ന് കിട്ടി 1.1 into 10 raised to minus 4 കിട്ടി ഓക്കേ solubility കിട്ടിയത് 1.1 into 10 raised to minus 4 ആയി ഓക്കേ ഇനി KSP അല്ലേ വേണ്ടേ അതെങ്ങനെ കണ്ടുപിടിക്കും Ag2C2O4 iodine C നമുക്ക് 2Ag plus C2O4 2 minus ആയിട്ട് അതിൽ ഇതിലെ C ആണ് 0 0 ഇത് C minus S ഇത് 2S ഇത് S ശരിയല്ലേ ഓക്കേ ഇനി പറഞ്ഞാൽ നമ്മൾ KSP എങ്ങനെ എടുക്കുന്നത് KSP എന്ന് പറയുന്നത് it is concentration of Ag plus അതിന്റെ സ്ക്വയർ into concentration of C2O4 2 minus അല്ലേ that is KSP എന്ന് വേറെ ഒന്നുമല്ല അയൺസിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് എന്ത് that is solubility product അതുകൊണ്ടാണ് ഇത് solubility product എന്ന് പറയുന്നത് that is നമ്മൾ ഒരു സോൾട്ടിനെ സോളിബിലൈസ് ചെയ്യുമ്പോൾ അത് അയൺസ് ആയി മാറുമല്ലോ ആ രണ്ട് അയൺസിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് അതിനെ എന്ത് പറയാം solubility product എന്ന് പറയാം പ്രൊഡക്റ്റ് എടുക്കുകയാണ് ക്ലിയർ അല്ലേ അതിലെ Ag plus ന്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമുക്ക് അറിയാം 2s എന്നറിയാലോ അപ്പോൾ 2s അതിന്റെ സ്ക്വയർ ആയിട്ട് വരും into ഓക്സിഡേറ്റർ എത്രയാണ് s അല്ലേ അപ്പോൾ s വരും that is equal to അതുകൊണ്ട് സ്ക്വയർ ആയിട്ട് 4s square into s കിട്ടുന്നില്ലേ that is ഇവിടെ KSP is equal to that is എത്ര കിട്ടും 4s square into s that is 4s cube കിട്ടും ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് solubility product എത്ര കിട്ടി 4s cube കിട്ടി അതിലെ x ന്റെ വാല്യൂ എനിക്ക് അറിയാം എത്രയാണ് 1.1 into 10 raised to minus 4 അതുകൊണ്ട് ഇത് പുട്ട് ചെയ്തേ that is called 4 into s ന്റെ പകരം എഴുതാം 1.1 into 10 raised to minus 4 ഓക്കേ അതിന്റെ ക്യൂബ് ആണ് എത്ര കിട്ടും ചെയ്തു വരുമ്പോൾ നോക്കിയേ ഈ 3 നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 raised to minus 12 ആവും ശരിയല്ലേ 10 raised to minus 4 പിന്നെ raised to ഒരു ക്യൂബ് ഉണ്ട് അപ്പോൾ 10 raised to minus 12 ഓക്കേ അപ്പോൾ എന്ത് കിട്ടും 4 into ഒരു 10 raised to minus 12 കിട്ടും പിന്നെ 1.1 അതിന്റെ ക്യൂബ് എത്രയാണ് 1.1 ന്റെ ക്യൂബ് എത്രയാണ് നമുക്കറിയാം 1.1 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1.21 ആണ് അല്ലേ 11 ന്റെ സ്ക്വയർ 121 അല്ലേ അപ്പോൾ 1.1 ന്റെ സ്ക്വയർ 1.21 ആണ് ഓക്കേ ഇതിനെ ഒന്നുകൂടി ഒരു 1.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ദാറ്റ് ഈസ് 1 പിന്നെ എന്താണ് 3 പിന്നെ 1 കിട്ടും അല്ലേ ഇതല്ലേ കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.3 കിട്ടും അല്ലേ 1.3 സംതിങ് കിട്ടുന്നത് ചെയ്തു വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഇത് ഒരു നമ്പറിനെ നമ്മൾ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാ ഡിജിറ്റ്സിന്റെ ആഡ് ചെയ്താൽ മതി ഇപ്പൊ ചുമ്മാ ഇപ്പൊ 342 അതിനെ നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട അതൊക്കെ ആദ്യം ഈ നമ്പറിനെ അതേപോലെ എഴുതുക പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടുക അപ്പൊ 6 പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടുക പിന്നെ 7 പിന്നെ ഇതും കൂടി അതേപോലെ എഴുതുക അപ്പൊ ഇതാണ് നമ്പർ പറയുന്നത് മനസ്സിലായോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ
11 പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്ന ഡിജിറ്റ് നമുക്ക് ആഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇപ്പം എങ്ങനെയാണ് ലൈക്ക് 453 ഇത് നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പറിനെ അതേപോലെ ഇടുക, പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടുക, അപ്പൊ 8, പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടുക, അപ്പൊ 10 ആണ്. പിന്നെ 0 പിന്നെ 1 ക്യാരി ചെയ്തു, പിന്നെ 2 മൂന്നാമത്തെ 1 കൂടി വന്നാൽ 253 ഇപ്പൊ 11 എന്ന് പറയുന്നത് എത്രയാണ്? 3083 ആണ്. സോ അതേപോലെ ചെയ്യാതെ ഉള്ളൂ. ഓക്കെ, അപ്പൊ 1.21 ഇൻറ്റു 1.1 എന്ന് പറയുമ്പോൾ 1 പിന്നെ 3 പിന്നെ ഒരു 3 പിന്നെ ഒരു 1. ഓക്കെ, പിന്നെ പോയിന്റ് നോക്കുമ്പോൾ 3 പോയിന്റ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിലോ കൂടെ ഒരു 1.3 വരും. 1.3 എടുത്താൽ മതി. ഓക്കെ, അപ്പോ KSP എത്ര എഴുതി? നല്ലൊരു കട്ടിയുള്ള ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഈ കാൽക്കുലേഷൻ ശരിക്കും അങ്ങനെ അറ്റത്തെ ക്വസ്റ്റൻ ആണ്. നമ്മുടെ റിപ്പീറ്റർ ബാച്ചിലൊക്കെ ആ ചാപ്റ്റർ മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാം ബേസ് എല്ലാം പക്കയാക്കി കഴിഞ്ഞിട്ട് അവസാനം ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എനിക്ക് അങ്ങ് അറ്റത്തെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അതായത് നമുക്ക് കുഴപ്പമില്ല, ചെയ്യാം. KSP നമുക്ക് എത്ര കിട്ടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.3 ഇൻറ്റു 4 ഇൻറ്റു 10⁻⁻12 തന്നെ കിട്ടിയത്. 1.3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5.2 സംതിങ് കിട്ടുന്നില്ലേ? 5.2 ദാറ്റ് ഈസ് 1.3 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 26 കിട്ടുന്നത്. 26 പിന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 52. 5.2 ഇൻറ്റു 10⁻⁻12 കിട്ടും. 5.2 ഇൻറ്റു 10⁻⁻12 അടുത്ത ഓപ്ഷൻ ചെയ്താൽ 5.3 അല്ലേ? അപ്പൊ ഓപ്ഷൻ 4 is the answer. 5.3 into 10⁻⁻12. Clear അല്ലേ? So option 4 is the answer. Okay. മനസ്സിലായല്ലോ? ഇനി question number 4 നോക്കിക്കേ. question number 4. Question number 4. എന്താണ് വേണ്ടത് നോക്കിക്കേ. എന്താ വേണ്ടത്? That is the percentage of pyridine. Okay, pyridine is base ആണ്. The percentage of pyridine that forms pyridine ion in a 0.1 aqueous solution of pyridine solution is. Okay, the percentage of pyridine that forms pyridium ion in a 0.1 molar aqueous pyridine solution is. Okay, എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0.1 molar aqueous solution എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay, ക്വസ്റ്റ്യൻ ചുരുക്കി പറയാം, ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാകും. ഓക്കെ, പിന്നെ KB യുടെ വാല്യൂ തന്നിട്ടുണ്ട്. KB is equal to 1.7 into 10⁻⁻9. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പെർസെന്റേജ് ഓഫ് pyridine ആണ് വേണ്ടത്. പെർസെന്റേജ് ഓഫ് pyridine. പെർസെന്റേജ് ഓഫ് pyridine. അതിന്റെ ഇക്വേഷൻ ഇതാണ്. C ആൽഫ ആണ് ഇതിന്റെ ഇക്വേഷൻ. അതായത് പെർസെന്റേജ് ഓഫ് pyridine കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ C ആൽഫ ആണ്. C ആൽഫ. അതായത് അത് വേറെ ഒന്നല്ല. നോക്കി, ഇപ്പം ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ വാട്ടറിനെ കലക്കി അല്ലെങ്കിൽ വാട്ടറിനെ ഡിസോൾവ് ചെയ്ത് അക്വ സൊല്യൂഷൻ ഉണ്ടാക്കി എടുത്താൽ അവിടെ ഏതൊരു അയണിന്റെ കോൺസെൻട്രേഷൻ C ആൽഫ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു വീക്ക് ആസിഡ് എടുക്കും. ഇപ്പൊ HC എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ആണല്ലോ. ഞാൻ അതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാണ്. അപ്പൊ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടും? H+ കിട്ടും, പ്ലസ് CN- കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് അയൺസ് കിട്ടിയോ? ഒരു H+ കിട്ടിയ, ഒരു CN- കിട്ടും. രണ്ടിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫ ആയിരിക്കും. അത് നോട്ട് വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? നമ്മൾ ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ അക്വ സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അതിന്റെ ഓരോ അയണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫ ആണ്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? പെർസെന്റേജ് ഓഫ് pyridine അല്ലേ വേണ്ടേ? അപ്പൊ C ആൽഫ കണ്ടുപിടിച്ചിട്ട് പെർസെന്റേജിലാണെങ്കിൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് നമ്മൾ അതിന് അക്വ സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓരോ അയണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫ ആണ്. ക്ലിയർ അല്ലേ? അതിന് നോക്കിയപ്പോ വേറെ ഫോർ എക്സാമ്പിൾ വേറെ എന്തെങ്കിലും എടുക്കുക. ഇപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ഇലക്ട്രോഫൈൽ ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണല്ലോ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ അക്വ സൊല്യൂഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കിട്ടും? ഒരു NH4 കിട്ടും, പ്ലസ് OH- കിട്ടും. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ കോൺസെൻട്രേഷൻ C ആൽഫ ആയിരിക്കും, ഇതിന്റെ കോൺസെൻട്രേഷനും C ആൽഫ ആയിരിക്കും. ഓരോ അയണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? C ആൽഫ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? നമുക്ക് C ആൽഫ, നമുക്ക് pyridine കോൺസെൻട്രേഷൻ അല്ല വേണ്ട. അപ്പൊ pyridine കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു C ന്റെ വാല്യൂ നമുക്ക് അറിയാം, എത്രയാണ്? 0.1 ആണ്. ഓക്കെ, ഇൻടു ആൽഫയുടെ വാല്യൂ നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് ആൽഫയുടെ വേറെ ഇക്വേഷൻ ഉണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് KB ഡിവൈഡ് ബൈ C. KB ഡിവൈഡ് ബൈ C എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് അല്ലേ? ആൽഫ ഈസ് ഈക്വൽ ടു KB ഡിവൈഡ് ബൈ C. അപ്പൊ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൽഫയുടെ പകരം KB ഡിവൈഡ് ബൈ C ഇട്ടാൽ KB യുടെ വാല്യൂ എത്രയാണ്? 1.7 into
into 10 raised to minus 9 divided by c ന്റെ വാല്യൂ എത്രയാണ് നമുക്ക് നേരത്തെ എഴുതിയാണ് 0.1. 0.1 എന്ന് പറയുമ്പോഴത്തേക്കും 10 raised to minus 1 അല്ലേ? 0.1 എന്ന് പറയുന്നത് 10 raised to minus 1 ആണ്. അങ്ങനെ എഴുതാൻ നല്ലത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് കളയാം. ക്ലിയർ അല്ലേ? ഇനി 10 raised to minus 9 മുകളിലും 10 raised to minus 1 താഴെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മിച്ചത്തിൽ കിട്ടും 10 raised to minus 8. That is equal to 0.1 into root of 1.7 into 10 raised to minus 8. ഇനി 10 raised to minus 8 നമ്മൾ റൂട്ടിന്റെ പുറത്ത് എടുക്കുമ്പോൾ 10 raised to minus 4 ആവുമല്ലോ. അപ്പൊ 0.1 into 10 raised to minus 4. പിന്നെ എന്തുണ്ട്? ഒരു റൂട്ട് ഓഫ് 1.7 ഉണ്ട് അല്ലേ? റൂട്ട് ഓഫ് 1.7. അതിനെങ്ങനെ ചെയ്യും? റൂട്ട് ഓഫ് 1.7 എത്രയാ? റൂട്ട് ഓഫ് 1.7. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പുറകിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. പുറകിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 1.70 1.7 എഴുതാലോ. ഇനി ഇതിനെ തന്നെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല നോക്കിയേ. 170 into 10 raised to minus 2. ഇങ്ങനെ എഴുതാലോ. 1.70 170 into 10 raised to minus 2 ആക്കി എഴുതാലോ. ഇനി 10 raised to minus 2 റൂട്ടിന്റെ പുറത്ത് എടുത്തേ. 10 raised to minus 2 റൂട്ടിന്റെ പുറത്ത് എടുക്കും. അപ്പൊ എത്ര കിട്ടും? 10 raised to minus 1 കിട്ടും. പിന്നെ എന്തുണ്ട്? ഒരു റൂട്ട് 170 ഉണ്ട്. ഇനി 170 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്പറിന്റെ റൂട്ടാണ് നമുക്കറിയാം. 12 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. 13 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 169 ആണ്. അപ്പൊ ഇത് 170 അല്ലേ? 170 എന്ന് പറയുമ്പോൾ 13 ന്റെ സ്ക്വയറിന് കുറച്ചും കൂടി അല്പം കൂടുതലല്ലേ? അപ്പൊ ഇത് 170 പകരം ഒരു 169 ആയിരുന്നെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. ഇത് 170 ആയതുകൊണ്ട് 13 കളർ പൊടി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 10 raised to minus 1 into അപ്രോക്സിമേറ്റ്ലി 13 തന്നെ എടുക്കാമല്ലോ. അപ്പൊ 10 raised to minus 1 into 13 എത്രയാണ്? 1.3 ആണ്. പറയുന്നത് മനസ്സിലായോ? അപ്പൊ റൂട്ട് ഓഫ് 1.7 എന്ന് പറയുമ്പോൾ 1.3 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്ര എഴുതി 10.1 into 10 raised to minus 4 എത്രയാണ്? 10 raised to minus 5 അല്ലേ? അപ്പൊ 10 raised to minus 5 into 1.3. നമുക്ക് എന്താ? നമുക്ക് പെർസെന്റേജിലാണ് വേണ്ടത്. പെർസെന്റേജ് കണ്ടുപിടിക്കാൻ, പെർസെന്റേജ് ഓഫ് ഈൽഡിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പൊ 1.3 into 10 raised to minus 5 into 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1.3 into 10 raised to minus 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.00013 അല്ലേ? 1 2 3 ഓക്കേ അല്ലേ? സോ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ നോക്കിയേ 0.01 ആണ് വരുന്നത്. 0.0 അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് കേട്ടോ. ഒന്നെങ്കിൽ അത് 0.01 ആയിരിക്കും. നമ്മൾ തെറ്റിട്ടില്ല അല്ലേ? തെറ്റിയോ അല്ലല്ലോ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് 0.01. അതൊന്നെങ്കിൽ ഈ പോയിന്റുമായി എടുത്തത് തെറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ കോൺസെൻട്രേഷൻ തെറ്റിപ്പോയതാണ്. 0.0 പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. 0.013 ഓക്കെ, 0.013 ആണ് കിട്ടുന്നത്. 0.013 ഇത് കോൺസെൻട്രേഷൻ 0.01 ആയിരിക്കും. ഓക്കെ, അല്ലെ 1 കോൺസെൻട്രേഷൻ 1 മോളാർ ആയിരിക്കും. അപ്പൊ അതെന്തും ആയിക്കോട്ടെ, ഓപ്ഷൻ 2 is the answer. Question number 5. Question number 5. Question number 5. Question number 5. Solubility product തന്നിട്ടുണ്ട്. that is KSP is equal to 1.6 into 10 raised to minus 10 of AgCl solution. AgCl solution in 0.1 molar NaCl solution അല്ലേ? ഇതാണെങ്കിൽ solubility ആണ് നോക്കേണ്ടത് അല്ലേ? solubility ആണ് വേണ്ടത്. solubility product തന്നിട്ടുണ്ട്. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ 1 1.26 into 10 raised to minus 5. Option 2 1.6 into 10 raised to minus 9. Option 3 1.6 into 10 raised to minus 11. And option 4 0. എങ്ങനെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതല്ലേ? KSP കണ്ടുപിടിക്കാനുള്ള എന്താ?
KSP is equal to നമ്മൾ AgCl നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? Ag പ്ലസ് കിട്ടും പ്ലസ് Cl മൈനസ് കിട്ടുമല്ലോ. അപ്പൊ KSP എഴുതുമ്പോൾ KSP എന്ന് പറയുമ്പോൾ അയൺസിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ Ag പ്ലസിന്റെ കോൺസെൻട്രേഷൻ ഇൻടു Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ നമ്മൾ C0 എന്ന് എഴുതും. C മൈനസ് S ക്ലിയർ അല്ലേ? അപ്പൊ KSP equal to Ag plus concentration into Cl minus concentration. Okay, അതിന്റെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ ഒരു NaCl സൊല്യൂഷൻ കൂടി എടുത്തിട്ടുണ്ട്. അതായത് ഈ AgCl നെ 0.1 NaCl സൊല്യൂഷൻ ആണ് കലക്കിയിരിക്കുന്നത്, ബോട്ടിലല്ല. ഈ AgCl ഉണ്ടല്ലോ ബോട്ടിലല്ല കലക്കിയിരിക്കുന്നത്, ദാറ്റ് ഈസ് സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളത്തിലാണ് കലക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ ഓൾറെഡി കുറെ ക്ലോറൈഡ് ഉണ്ട്. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ Cl മൈനസ് ഒന്ന് നമുക്ക് Ag കിട്ടുന്നുണ്ട്, AgCl കിട്ടുന്നുണ്ട്. അല്ലാതെ അവിടെ NaCl ഡിസോൾവ് ചെയ്യണോ, NaCl ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് Na പ്ലസ് കിട്ടും പ്ലസ് Cl മൈനസ് കിട്ടും. ഈ Cl മൈനസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. പറയുന്നത് മനസ്സിലായി? ബിക്കോസ് നമ്മൾ വെറും വാട്ടറിലല്ല ഡിസോൾവ് ചെയ്തേക്കുന്നത്, NaCl കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ 0.1 കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ S എഴുതുന്നത്, സോളിബിലിറ്റി S ആയിരുന്നു. അതിന് പ്ലസ് ഒരു 0.1 കൂടി ആഡ് ചെയ്യേണ്ടി വരും. പറയുന്നത് മനസ്സിലായി? ബിക്കോസ് NaCl ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ഒരു 0.1 ക്ലോറൈഡ് കിട്ടുന്നുണ്ട്. പറയുന്ന മനസ്സിലായി? അപ്പൊ ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് AgCl കിട്ടുന്നതും പിന്നെ NaCl കിട്ടുന്നതും ഉണ്ട്. S എന്ന് പറയുന്നത് AgCl കിട്ടും, ഈ 0.1 എന്ന് പറയുമ്പോൾ NaCl കിട്ടും. അപ്പൊ ക്ലോറൈഡിന്റെ ഫൈനൽ കോൺസെൻട്രേഷൻ പറയുമ്പോൾ എത്രയാണ്? S പ്ലസ് 0.1 ആണ്. ഓക്കെ, ഇനി S എന്ന് പറയുന്നത് എപ്പോഴും വെരി 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 ലെസ് ദാൻ 1 ആണ്. S ന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, 10⁻⁷, 10⁻⁸, ആ ഒരു ഇതിലാണ് വരുന്നത്, 10⁻⁹. ഓക്കെ, സോ S എന്ന് പറയുമ്പോൾ ചെറിയൊരു വാല്യൂ ആണ്. 0.1 എന്ന് പറയുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 0.1 വലിയൊരു വാല്യൂ ആണ്. അപ്പൊ നമുക്ക് S എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാലോ. S എന്ന് പറയുമ്പോൾ തീരെ ചെറുതാണ്. അപ്പൊ തീരെ ചെറുതുള്ള വാല്യൂടെ ഒരു വലിയ വാല്യൂ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് X നെ നെഗ്ലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എഴുതുമ്പോൾ KSP is equal to Ag plus കോൺസെൻട്രേഷൻ എത്രയാണ്? S ആണ് ഇൻടു ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ S plus 0.1 ആയിരുന്നു. അതിന് S നമുക്ക് നെഗ്ലക്ട് ചെയ്യാം ബിക്കോസ് S തീരെ ചെറുതാണ്. അപ്പൊ KSP is equal to എത്ര കിട്ടും? S into 0.1 കിട്ടും. ഓക്കെ അല്ലേ? S into 0.1 കിട്ടും. നമുക്ക് S അല്ല വേണ്ടേ, നമുക്ക് സോളിബിലിറ്റി ആണല്ലോ വേണ്ട. KSP യുടെ വാല്യൂ പുട്ട് ചെയ്ത് KSP യുടെ വാല്യൂ എത്രയാണ്? 1.6 into 10⁻⁻10 ആണ്. is equal to S into 0.1. 0.1 എന്ന് പറയുമ്പോൾ 10⁻⁻1 ആണല്ലോ, 10⁻⁻1. അതിൽ 10⁻⁻1 10⁻⁻1 കൂടി ക്യാൻസൽ ആയി പോയി. എത്രയും മിച്ചം 1.6 into 10⁻⁹. ദാറ്റ് ഈസ് ദി സോളിബിലിറ്റി. അപ്പൊ സോളിബിലിറ്റിയുടെ വാല്യൂ എത്രയാണ്? 1.6 into 10⁻⁹. ഇതെല്ലാം അങ്ങനത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ആ ചാപ്റ്റർ മുഴുവനും പഠിച്ച് എല്ലാ ബേസ് ഒക്കെ ഉണ്ടാക്കി ചെറിയ ക്വസ്റ്റൻ വലിയ ക്വസ്റ്റൻ എല്ലാം ചെയ്ത് പിന്നെ ഏറ്റവും അവസാനം ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ കോമൺ അയൺ എഫക്ട് എന്ന് പറയുന്ന സാധനം വരുന്നത്. ഒരു കോമൺ അയൺ എഫക്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. കോമൺ അയൺ എഫക്ട്, നമ്മളൊരു കോമൺ അയൺ ഉള്ള ഒരു ഇലക്ട്രോണൈറ്റ് കൂടി അതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ കോൺസെപ്റ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. കാരണം ഇവിടെ കോമൺ അയൺ ഉണ്ട്. ദാറ്റ് AgCl അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് Cl മൈനസ് കിട്ടുന്നുണ്ട്, NaCl അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് Cl മൈനസ് കിട്ടുന്നുണ്ട്. അപ്പൊ Cl മൈനസ് ഇവിടുത്തെ കോമൺ അയൺ ആണ്. അപ്പൊ ഇവിടെ കോമൺ അയൺ എഫക്ട് വരും. ദാറ്റ് ഈസ് നമ്മൾ ഈ കോമൺ അയൺ കോൺസെൻട്രേഷൻ കിട്ടുമ്പോൾ രണ്ടിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇതിൽ കിട്ടുന്ന S ഉം ഇതിൽ കിട്ടുന്ന 0.1 രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ S plus 0.1 എഴുതിയത്. ക്ലിയർ അല്ലേ? അത്രയും കട്ടിയുള്ള ക്വസ്റ്റൻ ആണ്. എന്നാലും നീറ്റിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അത്രയും ടൈമിൽ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റൻ ഉണ്ട്, അത് ചെയ്ത് നോക്കിയാൽ തന്നെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. Question number 14 ചെയ്ത് നോക്കിയാൽ. Question number 14. Question number 14. Question number 14 ചെയ്ത് നോക്കിയേ. എന്തുകൊണ്ടൊക്കെ തന്നേക്കുന്നത്? മൂന്ന് ആസിഡ്സിന്റെ അല്ല നാല് സോൾട്സിന്റെ KSP തന്നിട്ടുണ്ടല്ലേ. ഒന്ന് സിൽവർ ഓക്സിഡേറ്റ്, പിന്നെ സിൽവർ ക്ലോറൈഡ്, പിന്നെ സിൽവർ ബ്രോമൈഡ്, പിന്നെ സിൽവർ അയഡ്. എല്ലാത്തിന്റെ KSP തന്നിട്ടുണ്ടല്ലേ. KSP യുടെ വാല്യൂ തന്നിട്ടുണ്ട് 1.1 into 10⁻⁻12.
അതേപോലെ 1.8 into 10 raised to minus 5, sorry minus 10, പിന്നെ 5 into 10 raised to minus 13, പിന്നെ 8.3 into 10 raised to minus 17. Okay, നമുക്ക് വേണ്ടത് which are the following, that is which are the following salt will precipitate last. Precipitate last, അതിൽ ഇത്ര ഓർത്താൽ മതി. precipitate last എന്ന് വെച്ചാൽ precipitate last means solubility maximum ആയിരിക്കും. solubility maximum because solubility reverse ആണ് precipitation. ഒരു സാധനം സൊല്യൂബിലൈസ് ചെയ്യുമ്പോൾ അത് precipitate ചെയ്യില്ല. ഒരു സാധനം സൊല്യൂബിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ അത് precipitate ചെയ്യും. അപ്പൊ ചോദിക്കുന്നത് ഇതാണ്, ഈ 4 സോൾട്ടില് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് precipitate ചെയ്യുന്ന ആരായിരിക്കും? precipitation എന്ന് പറയുമ്പോൾ സൊല്യൂബിലൈസിന്റെ നേരെ റിവേഴ്സ് ആണ്. ഒരു സോൾട്ട് സൊല്യൂബിലൈസ് ചെയ്യുമ്പോൾ അത് precipitate ചെയ്യുന്നില്ല. ഒരു സാധനം സൊല്യൂബിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ അത് എന്ത് ചെയ്യും? അത് precipitate. ദാറ്റ് ഈസ് അത് വന്ന് താഴെ വന്ന് അടി കിടക്കുമല്ലോ. നമ്മൾ വെള്ളത്തില് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇപ്പൊ വാട്ടർ നമ്മൾ സോൾട്ട് വേറെ കലങ്ങാത്ത സോൾട്ട് ഇടുകയാണ്, ലൈക് സോഡിയം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് അല്ല കാൽഷ്യം കാർബണേറ്റ് ഇടുകയാണ്, അല്ലെങ്കിൽ ചോക്ക് പൗഡർ ഇടുകയാണ്, അല്ലെങ്കിൽ മണ്ണ് നമ്മൾ ഇടുകയാണെങ്കിൽ അത് താഴെ വന്ന് അടിഞ്ഞു കിടക്കും, സസ്പെൻഷൻ ആയിട്ട് കിടക്കും. സോ അത് അതേപോലെയാണ് എന്ത് precipitate, അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സിബിൾ ആണ്. അപ്പൊ precipitate ലാസ്റ്റ് എന്ന് വെച്ചാൽ മാക്സിമം സൊല്യൂബിലിറ്റി ആണ്. precipitate ഫസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിലോ ഈ 4 കൂട്ടത്തിൽ ഈ 4 പേരുടെ കൂട്ടത്തില് ഏറ്റവും ആദ്യമേ precipitate ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ സൊല്യൂബിലിറ്റി മിനിമം ആയിരിക്കും. ബിക്കോസ് precipitation സൊല്യൂബിലിറ്റി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നോക്കാം മതി, precipitation എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി കൂടുന്നതനുസരിച്ച് precipitation-നുള്ള ആ capability കുറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യം precipitate ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ സൊല്യൂബിലിറ്റി ഏറ്റവും കുറഞ്ഞ ആളെന്ന് നോക്കിയാൽ മതി. ഏറ്റവും അവസാനം precipitate ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ സൊല്യൂബിലിറ്റി ഏറ്റവും കൂടിയ ആളെന്ന് നോക്കിയാൽ മതി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് precipitate ലാസ്റ്റ് അല്ലേ വേണ്ടേ? അപ്പൊ സൊല്യൂബിലിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പൊ 4 പേരുടെ കൂടുതൽ സൊല്യൂബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ആള് നോക്കിയാൽ മതി. ഓക്കെ, എന്താ ചെയ്യുക? സൊല്യൂബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, സൊല്യൂബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ ഇപ്പൊ AgCrO4 ഇതിന് അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? ദാറ്റ് ഈസ് 2 നേരത്തെ എഴുതിയാണ്, Ag2+ ഓക്സിഡേറ്റ് അയൺ കിട്ടും അല്ലേ? ഇതിനെ KSP എഴുതുമ്പോൾ എങ്ങനെ എഴുതും? KSP ദാറ്റ് ഈസ് നമ്മൾ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ ആദ്യം C00, പിന്നെ C - S, പിന്നെ 2S വരും, പിന്നെ S വരും. നമ്മൾ സ്റ്റോഷിയോമെട്രി നോക്കുമ്പോൾ ഇവിടെ 2 ആണ് സ്റ്റോഷിയോമെട്രി, അതുകൊണ്ട് 2S എഴുതി. ഇവിടെ സ്റ്റോഷിയോമെട്രി 1 ആണ്, അതുകൊണ്ടാണ് 1S എഴുതി. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ KSP എഴുതുമ്പോൾ എങ്ങനെ എഴുതും? KSP എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഇതിന്റെ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് Ag പ്ലസ് ന്റെ കോൺസെൻട്രേഷന്റെ സ്ക്വയർ ഇൻടു C2O4 2 - അതിന്റെ റേസ് ടു 1 ആണ്. ബിക്കോസ് ഇത് സ്റ്റോഷിയോമെട്രി 1 ഉം പിന്നെ ഇവിടെ സ്റ്റോഷിയോമെട്രി 2 ആണ്. അപ്പൊ സ്റ്റോഷിയോമെട്രിന്റെ പവർ ആക്കി എഴുതി. ഓക്കെ അല്ലേ? That is equal to Ag plus the കോൺസ്റ്റന്റ് നമുക്ക് എത്രയാണെന്ന് അറിയാം? 2S ആണെന്ന് അറിയാം. അപ്പൊ 2S അതിന്റെ സ്ക്വയർ ഇൻടു ഇതിന്റെ കോൺസ്റ്റന്റ് S ആണ്. That is equal to 4S cube കിട്ടും. KSP is equal to 4S cube ആണ്. അപ്പൊ ഇതിന്റെ കാര്യത്തില് KSP is equal to 4S cube ആണ്. അപ്പൊ KSP is equal to 4S cube ആണെങ്കിൽ ഇവിടെ S is equal to എത്ര കിട്ടും? That is KSP by 4 raised to cube root കിട്ടത്തില്ലേ? സോളിബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോഴേ ഇവിടെ S നമ്മൾ KSP is equal to 4S cube. അപ്പൊ S cube എന്ന് പറയുന്നത് KSP by 4 കിട്ടും. S is equal to cube root of KSP by 4 കിട്ടും. ഇത് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? KSP യുടെ വാല്യൂ 1.1 into 10 raised to minus 12 ആണ്. ഡിവൈഡ് ബൈ 4 പിന്നെ റേസ്റ്റ് ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ റേസ്റ്റ് 1/3 അല്ലേ? റേസ്റ്റ് 1/3 ആണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യേണ്ടത് നോക്കി 1.1 ഡിവൈഡ് ബൈ 4 അത് എത്രയാണ്? 1.1 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ഇതിന് ഒരു തൽക്കാലം ഒരു 1.1 ഡിവൈഡ് ബൈ 4 അതിന് നമുക്ക് 1.10 ഒക്കെ എടുക്കും. 1.10 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 55ന്റെ പകുതി, ദാറ്റ് ഈസ് 27.5 വരും. 0.275 ആയിരിക്കുമല്ലോ. 0.275 ദാറ്റ് ഈസ് 0.27 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ KSP എന്ന് പറയുന്നത് KSP is equal to 0.27 into 10 raised to minus 12 raised to എന്താണ്? 1/3 ആണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ raised to 1/3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ ഈ 0 പോയിന്റ് ആണ് because 0.0 ആണ്. ഓക്കെ, അപ്പൊ അപ്രോക്സിമേറ്റ്ലി എടുത്താൽ മതി. അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കാം. ഓക്കെ, അപ്രോക്സിമേറ്റ് എടുക്കാം. അപ്പൊ 27 ദാറ്റ് ഈസ് ഇതിനെ 27 into 10 raised to minus 14 ആണ് into raised to 1/3 ആണ്.
raised to 1 by cube ആണ്. 27 cube എന്ന് പറയുമ്പോൾ 3 ആണ്. into 10 raised to minus 14 by 3 കിട്ടും. 14 by 3 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു എന്താണ് ഒരു 4.6 ആണ് കിട്ടുന്നത്. 4.6 3 into 10 raised to 4.6 ആണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോഴുണ്ടല്ലോ ഇവിടെ നമുക്ക് KSP ന്റെ വാല്യൂ KSP നമുക്ക് ചെയ്തു വരുമ്പോൾ s സ്ക്വയർ കിട്ടും. നമ്മളിവിടെ ചെയ്തു വരുമ്പോൾ KSP സോൾയൂബിലിറ്റി തമ്മിലുള്ള റേഷ്യോ KSP s സ്ക്വയർ എന്ന് വരും. അപ്പൊ നമ്മൾ ഇവിടെ KSP കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് കേസിലെ KSP എത്ര കിട്ടിയ 3 into 10 raised to അത് അപ്രോക്സിമേറ്റ്ലി കിട്ടാവുന്നത് 0.27 into 10 raised to minus 12 അതിന്റെ ക്യൂബ് റൂട്ട് അല്ലേ. അതിന് അപ്രോക്സിമേറ്റ്ലി കിട്ടാം. അപ്രോക്സിമേറ്റ്ലി ഒരു ഇതൊരു 0.27 അതിന്റെ ക്യൂബും into 10 raised to minus 4 കിട്ടത്തില്ലേ. 10 raised to minus 4 ന്റെ അടുത്തുള്ള വാല്യൂ ആയിരിക്കും. 10 raised അപ്രോക്സിമേറ്റ്ലി നമുക്ക് 10 raised to minus 4 എന്ന് പറയാം. ഇവിടെ അപ്രോക്സിമേറ്റ്ലി കേസ് സോളിബിലിറ്റി ലെവൽ 10 raised to minus 4 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതേപോലെ റിലേഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് KSP ന്റെ റിലേഷൻ നമുക്ക് KSP is equal to s സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് KSP ന്റെ വാല്യൂ s സ്ക്വയർ കിട്ടും ഈ കേസിൽ. അപ്പൊ ഇവിടെ നമുക്ക് s കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് KSP ആയിരിക്കുമല്ലോ റൂട്ട് ഓഫ് 1.8 into 10 raised to minus 10 or approximately 1.8 മൈനസ് ചെയ്യണ്ട, അത് കളഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ ഉള്ളത് 10 raised to minus 10 ആണ്. 10 raised to minus 10 റൂട്ട് എടുക്കുമ്പോൾ 10 raised to minus 5 കിട്ടും. അപ്രോക്സിമേറ്റ്ലി മതി. ഇവിടെ ചെയ്തു വരുമ്പോൾ 10 raised to minus 5 ആയിരിക്കും. അതേപോലെ ഇവിടെ സെയിം തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് ഇതേ റിലേഷൻ തന്നെ കിട്ടും. s is equal to root of KSP എന്ന് കിട്ടും. ബിക്കോസ് ഇവിടെ നമുക്ക് 2 ആൻസേഴ്സ് ആണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 3 ആൻസേഴ്സ് ആണ് കിട്ടുന്നത്. 3 ആൻസേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ KSPയും പിന്നെ സോളിബിലിറ്റി തമ്മിലുള്ള റിലേഷൻ KSP is equal to 4s cube ആണ്. നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, ഡീറ്റെയിലായിട്ട് പഠിക്കും. സോൾട്ട് അയണൈസ് ചെയ്യുമ്പോൾ 3 അയൺസ് ആണ് കിട്ടുന്നതെങ്കിൽ KSP സോളിബിലിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ് ഇത്. അതേ നമുക്ക് 2 അയൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ പറയുന്ന താഴെ കാണുന്ന 3 സോൾട്ട് അയണൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2 അയൺസ് ആണ് കിട്ടുന്നത്. സിൽവറും ക്ലോറൈഡും, സിൽവറും ബ്രോമൈഡും, സിൽവർ അയഡൈഡും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ 3 കേസിൽ 2 അയൺസ് ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ KSP ന്റെ സോളിബിലിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ് KSP is equal to s സ്ക്വയർ ആണ് കിട്ടുന്നത്. 3 കേസിലെ സെയിം എക്സ്പ്രഷൻ തന്നെ കിട്ടും. അപ്പൊ ഇവിടെ എല്ലായിടത്തും റൂട്ട് എടുത്താൽ മതി. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ 5 into 10 raised to minus 13 അല്ലേ. ഇത് തൽക്കാലം ഒരു 50 into 10 raised to minus 14 ആയിട്ട് എടുക്കും. എത്ര കിട്ടും? 15 ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 7 ആണ്. 7 into 10 raised to minus 7 കിട്ടും. ഇവിടെ 8.3 into 10 raised to minus 7, അതിന് 83 into 10 raised to minus 8 ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 83 ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 9 ആണ്. 9 into 10 raised to minus 9. അപ്പൊ നമുക്ക് 4 സോൾട്ടിന്റെ സോളിബിലിറ്റി കിട്ടി. ഒന്നിന് 10 raised to minus 4, 10 raised to minus 5, 10 raised to minus 7, 10 raised to minus 9. അതില് precipitate ലാസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. precipitate ലാസ്റ്റ് പറയുമ്പോൾ മാക്സിമം സോളിബിലിറ്റി ഉള്ള ആൾ. ഇതിനകത്ത് ഏറ്റവും മാക്സിമം സോളിബിലിറ്റി ആർക്കാണ്? ഏറ്റവും വലിയ വാല്യൂ ആർക്കാണ്? ഫസ്റ്റ് വൺ അല്ലേ. ബിക്കോസ് ഫസ്റ്റ് വണ്ണിന്റെ സോളിബിലിറ്റി 10 raised to minus 4 ആണ്. ഈ 4 വാല്യൂസിന്റെ കൂടുതൽ ഏറ്റവും വലിയ വാല്യൂ ഇതാണ് 10 raised to minus 4 ആണ്. സോ ദിസ് ഈസ് ദി ആൻസർ. സോ സിൽവർ ഓക്സലേറ്റിന്റെ സോളിബിലിറ്റി ഏറ്റവും കൂടുതലാണ്, ഏറ്റവും വലിയ വാല്യൂ അതിനകത്ത് കിട്ടിയത്. ബാക്കിയെല്ലാം ചെറിയ വാല്യൂ ആണ്. 10 raised to minus 5, 10 raised to minus 7, 10 raised to minus 9 ഒക്കെയാണ്. 10 raised to minus 5 കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ 10 raised to minus 4 ആണ്. അപ്പൊ സിൽവർ ഓക്സലേറ്റിന്റെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലാണെങ്കിൽ, സോളിബിലിറ്റി ഏറ്റവും കൂടുതലാണെങ്കിൽ that will precipitate last. അപ്പൊ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 1 is the answer. അപ്പൊ 14 ന്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. that is സിൽവർ ഓക്സിലേറ്റ്. ഓക്കെ, സിൽവർ ഓക്സിലേറ്റ് ആണ്, സിൽവർ ക്രോമേറ്റ് ഒന്നും അല്ല. പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നായിരുന്നു. സിൽവർ ക്രോമേറ്റ് അല്ല, സിൽവർ ഓക്സിലേറ്റ് ആണ്. ഓക്കെ, സിൽവർ ഓക്സിലേറ്റ് ആണ്. ഇതാണ്. ഓക്കെ, സിൽവർ ക്രോമേറ്റ് അല്ല, സിൽവർ ഓക്സിലേറ്റ് ആണ്. ഇതിലൊക്കെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ക്രോമേറ്റ് ആയാലും സെയിം തന്നെ, ഓക്സിലേറ്റ് ആയാലും ക്രോമേറ്റ് ആയാലും നമുക്ക് ഇവിടെ 3 അയൺസ് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ 1 is the answer because the solubility ഏറ്റവും കൂടുതലാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയാൽ ക്വസ്റ്റ്യൻ നമ്പർ 6 boric acid is an acid because its molecule, okay, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. contains replaceable H+ ion, gives up a proton except OH from water releasing proton and combines with proton from water molecule. Okay, ബോറിക് ആസിഡിന്റെ ഫോർമുല എന്താണെന്ന് അറിയോ? ബോറിക് ആസിഡ് ഇതാണ്, H3BO3.
നമ്മൾ പി ബ്ലോക്കിൽ പഠിക്കും. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് ഇതിനെ വേറെ ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഇങ്ങനെ ബി ഒ എച്ച് പ്രൈസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഈ സാധനത്തിന് തന്നെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. H3BO ഇതാണ് ബോറിക് ആസിഡ്. ഒരു ബോറിക് ആസിഡ്, ഒരു ലൂയിസ് ആസിഡ് ആണ്. ലൂയിസ് ആസിഡ് ആണ്. ഓക്കെ, ഇറ്റ് ഇസ് എ ലൂയിസ് ആസിഡ്. അത് എന്ത് ചെയ്യും? അത് H പ്ലസിനെ ഡൊണേറ്റ് ചെയ്യും, ഇലക്ട്രോണെ എന്ത് ചെയ്യും? ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യും, H പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ബോറിക് ആസിഡ് എനിക്ക് വേറെ ഫോർമാറ്റിൽ എഴുതാം. BOH പ്രൈസ്. ഇതിനെ ആസിഡ് വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ അത് OH മൈനസ് എന്ത് ചെയ്യാണ്? OH മൈനസ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് BOH 4 ടൈംസ് ആയി മാറും. നമ്മളത് പി ബ്ലോക്കിൽ പഠിക്കും. ദാറ്റ് ഈസ് ബോറിക് ആസിഡ് OH മൈനസ് അക്സെപ്റ്റ് ചെയ്ത് അവർ എന്തായി മാറുന്നത്? BOH 4 മൈനസ് ആയി മാറും. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ ഇതാണ്. Option 3 is the answer. That is accept OH minus from the water releasing proton. വേറെ അതുകൊണ്ട് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി question number 7. Which of the following fluoro compound is more likely to behave as a Lewis base? Okay, Lewis base ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ നോൺ പെയർ വേണം. ഓക്കെ, അതൊന്നും കാര്യം നോക്കാം. question number 7 അല്ലേ? question number 7. That is Lewis base ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. ഒന്നെങ്കിൽ അതിന്റെ പുറത്ത് നെഗറ്റീവ് ചാർജ് ആണ്, അല്ലെങ്കിൽ അതിന്റെ നോൺ പെയർ ആണ്. ഇത് ഏതെങ്കിലും രണ്ട് കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ രണ്ടെണ്ണത്തിന്റെ ഒരു കാര്യം വേണം. ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് വേണം, അല്ലെങ്കിൽ നോൺ പെയർ വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അത് ലൂസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യില്ല. ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ നോക്കിയാൽ മതി. ബേസ് ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ നോൺ പെയർ. നെഗറ്റീവ് ചാർജ് 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ BF3, ഓപ്ഷൻ ബി BF3 ആൻഡ് ഓപ്ഷൻ സി CF4 and option D silicon fluoride. നോക്കുമ്പോ നെഗറ്റീവ് ചാർജ് 4 ഇല്ല. അപ്പൊ നോൺ പെയർ നോക്കുമ്പോ നോക്കിയാൽ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരുന്നത് BF ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, ശരിക്കും ട്രയാങ്കുലർ സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ ഇവിടെ നമുക്ക് ചുറ്റിന് എത്ര ഇലക്ട്രോൺസ് വരുന്നുള്ളൂ? 6 വരുന്നുള്ളൂ. Lewis deficient, that is electron deficient electron ആണ്. Incomplete ആണ്. PF3 ആവുമ്പോൾ നോൺ പെയർ ഉണ്ട്. PF3 ആവുമ്പോൾ നോൺ പെയർ ഉണ്ട്. PF3 സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? That is PF3 എന്ന് പറയുമ്പോൾ PF3 അല്ലേ ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് നമുക്ക് എത്ര പണി പഠിച്ചത്? 5 + 3/2 that is equal to 4 കിട്ടുന്നില്ല. 4 ൽ 3 1 എന്ന് പറയുമ്പോൾ പിരമിഡൽ ഷേപ്പ് ആണ്. അപ്പൊ PF3 ന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതൊരു നോൺ പെയർ ഉണ്ട്. ഇതാണ് PF3 ന്റെ സ്ട്രക്ചർ. പിരമിഡൽ ഷേപ്പ് ആണ്, അമോണിയന്റെ ഷേപ്പ് ആണ്. നോൺ പെയർ ഉണ്ട്. അപ്പൊ നോൺ പെയർ ഉണ്ടെങ്കിൽ ലൂസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓപ്ഷൻ PF3 is the answer. CH4 എന്ന് പറയുമ്പോൾ ടെട്രഹൈഡ്രൽ ആണ്, അതിൽ നോൺ പെയർ ഇല്ല. നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചർ. ഓക്കെ, സിലിക്കൺ ഫ്ലൂറൈഡിന്റെ ഇതേ സ്ട്രക്ചർ ആണ്. കാർബണിന്റെ പകരം സിലിക്കൺ ആക്കിയാൽ മതി. അപ്പൊ രണ്ടിന് ടെട്രഹൈഡ്രൽ ആണ്. ഇവിടെ നോൺ പെയർ ഇല്ല. ഇവിടെയാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇലക്ട്രോൺ ഇട്ട് option 2 is the answer. The question number 8. My and N/3 two nearly insoluble salt having same KSP of 6.2 into 10⁻³ at room temperature. Which of the following could be true regard to My and N/3? Okay. അയണൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അയൺസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന്റെ സോലിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ സോലിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മൾ നേരത്തെ 4 സോൾട്ട് എഴുതിയില്ലായിരുന്നോ? സിൽവർ ക്രോമേറ്റ് എഴുതിയായിരുന്നു, സിൽവർ അയഡൈഡ്, സിൽവർ ക്ലോറൈഡ്, സിൽവർ ബ്രോമൈഡ് എഴുതിയായിരുന്നു. അതിന് ഏറ്റവും ആദ്യത്തെ സോൾട്ടിന് നമുക്ക് 3 അയൺസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 2 സിൽവറിന്റെയും ഒരു ക്രോമേറ്റ് അയൺ. അപ്പൊ 3 അയൺസ് ആണ് കിട്ടുന്നതെങ്കിൽ ബാക്കി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് അയൺസ് കൂടുതലാണ്. അപ്പൊ അയൺസ് കൂടുതലാണെങ്കിൽ അതിന്റെ സോലിബിലിറ്റിയും കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഒരു സോൾട്ടിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അയൺസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഇതിന്റെ സോലിബിലിറ്റിയും കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 8 My-യും പിന്നെ Ny3ന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ My ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു M+ കിട്ടും, പിന്നെ ഒരു Y- കിട്ടും. പക്ഷെ N/3 നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു N+ഉം പിന്നെ 3 Y- കിട്ടുന്നത്. സംശയമില്ലല്ലോ. മൈനസ് ചെയ്യുമ്പോൾ 2 അയൺസ് ആണ് കിട്ടുന്നത്, ഒരു പോസിറ്റീവ് നെഗറ്റീവ്.
നമ്മൾ ഇവിടെ ഡിസോൾവ് ചെയ്യുമ്പോൾ n/3 ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരു n മൈനസ് ഒരു n പ്ലസും 3y മൈനസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ 4 ലൈൻസ് ഉണ്ട്. അപ്പൊ 4 ഓപ്ഷൻ വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. That is the molar solubility of m/3 in water is less than n/3. കറക്റ്റ് അല്ലേ? n/3 ന്റെ അയൺസ് കൂടുതലാണ്, അപ്പൊ അതിന്റെ സോലുബിലിറ്റി കൂടുതലായിരിക്കും. m/3 ഡിസോൾവ് ചെയ്യുമ്പോൾ 2 അയൺസ് കിട്ടുന്നുള്ളൂ, അപ്പുറത്ത് 4 ഉണ്ടായിരുന്നു, സോലുബിലിറ്റി ഇവിടെ കുറവായിരിക്കും. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ 3 കറക്റ്റ് ആണ്. That is molar solubility of m/3 in water is less than that of n/3. ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ, സോലുബിലിറ്റി ഒന്നും ഐഡന്റിക്കൽ ആയിട്ട് വരത്തില്ല, സോലുബിലിറ്റി ഐഡന്റിക്കൽ അല്ല. ഓക്കെ, ശരി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ആക്ച്വലി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അല്ല, നമ്മളത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതൊരു ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു ക്ലോഷ്യസ് കേപ്രിയോൺ ഇക്വേഷൻ പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അത് ഓപ്ഷൻ 1 ആണ് വരുന്നത്. ഓപ്ഷൻ 1 ഈസ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9 ഓപ്ഷൻ 1 ആണ്. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ വേറെ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അത് ഇക്വേഷൻ എന്ന വേർഡ് വന്നുകൊണ്ട് മാത്രമേ ഈ ചാപ്റ്റർ കേൾക്കുന്നുള്ളൂ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഇതാണ്. dy/dt of that is natural logarithm p is equal to delta s divided by RT square. Okay, that is the enthalpy of vaporization ആണ്. Okay, Clausius Clapeyron equation എന്ന് പറയും. Option 1 is the answer. Any question number 11. Question number 11. Question number 11. Question number 11. Which of the following pair for solution is not a acidic buffer? Acidic buffer. ഈ acidic buffer എന്താണെന്ന് അറിയോ? Acidic buffer എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു സോൾട്ടും ഒരു വീക്ക് ആസിഡും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ അതിന്